ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ മുള്ളൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിനെ പറ്റിയുള്ളതാണ്. ആദ്യം തന്നെ ഗണപതി ഹോമത്തിന് ശേഷമാണ് ആനയൂട്ട് നടന്നത്. ഗണപതി ഹോമമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു. അതിനുശേഷം നമ്മുടെ ചിറക്കൽ കാളിദാസനും ചിറക്കൽ ഗണേശനുമാണ് ആനയൂട്ടിനായിട്ട് വന്നത് കേട്ടോ. രണ്ടുപേരും പുറത്ത് കുളിപ്പിച്ച് നല്ല മിടുക്കന്മാരായിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ അവിടെ പോയി ഒന്ന് തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ആനയുടെ അടുത്ത് പോകാൻ പേടിയാണ്, എന്നാലും കണ്ടപ്പോൾ നമുക്കും തൊടാൻ തോന്നില്ലേ, അങ്ങനെ പോയി തൊട്ടൊക്കെ നോക്കി. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ തന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നിന്നത്. ഏകദേശം 10 മണിയോട് കൂടിയായിരുന്നു ആനയൂട്ട് ഉണ്ടായിരുന്നത്. പണ്ട് കാലം മുതലേ ആനകളെ ദേവന്റെ വാഹനമായും ഗണപതിയുടെ പ്രതീകമായുമാണ് കണ്ടുവരുന്നത്. ക്ഷേത്രോത്സവങ്ങളിലും ചടങ്ങുകളിലുമൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം തന്നെ ഇതിന് നന്ദി അറിയിക്കാനും ഭക്തി പ്രകടിപ്പിക്കാനും കൂടാതെ ആരോഗ്യവും പോഷണവും ഒക്കെ ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ ആനയൂട്ട് നടത്തുന്നത് കേട്ടോ. കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ടും ആനയൂട്ട് നടത്താറുള്ളത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഈ ആനകൾക്ക് കൊടുക്കുന്നത്. അരി, വാഴപ്പഴം, തേങ്ങ, പൊന്നങ്ങ, പയർ, ശർക്കര എന്ന് തുടങ്ങി കുറേ ഔഷധക്കൂട്ടുകളും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. വർഷത്തിലെ ഏറ്റവും മഴയേറിയ കാലമായ കർക്കിടക മാസത്തിലാണ് ഈ മൃഗങ്ങൾക്ക് പ്രത്യേകം ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആളുകൾക്കും അതെ, നമ്മൾ എന്താ പറയുക, ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നത് ഈ മാസത്തിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആനകൾക്കും ഈ സമയത്ത് തന്നെയാണ് കൂടുതലും ഈ ആനയൂട്ട് നടത്താറുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് കേട്ടോ ഏറ്റവും വലിയ ആനയൂട്ട് നടക്കുന്നത്. അവിടെ 50 മുതൽ 70 വരെ ആനകൾ ഉണ്ടാകുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇതുവരെ ഞാൻ പോയിട്ടുമില്ല. നമ്മുടെ ചിറക്കൽ കാളിദാസൻ ഭയങ്കര അടങ്ങി ഒതുങ്ങി അച്ചടക്കമുള്ള കുട്ടിയായിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത്. പക്ഷേ ഗണേശൻ അങ്ങനെ ആയിരുന്നില്ല. ഗണേശൻ ഇച്ചിരി കുറുമ്പൊക്കെ കാണിച്ചായിരുന്നു നിൽക്കുന്നത്. ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അവർ ആ മഴയത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം. അവർക്കത് പ്രശ്നമല്ലായിരിക്കാം, എനിക്കറിയില്ല. എന്നാലും പെരും മഴയായിരുന്നു ഇന്ന് നടത്തിയ ദിവസം. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. മഴയത്ത് നിന്നാണല്ലോ കഴിക്കുന്നതെന്ന്. എന്നാലും ഇതൊരു ചടങ്ങല്ലേ അല്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, അതോർക്കുമ്പോൾ ഒരു സമാധാനം. എന്താണേലും ആനയൂട്ടൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ആനയൂട്ട് കാണണമെന്ന്. ഇത് ഓഗസ്റ്റ് 15-നാണ് കേട്ടോ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവധിയുള്ള ദിവസമായതുകൊണ്ട് കാണാനും പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ആനയൂട്ടിന് ശേഷം നമ്മൾ ആളുകൾക്കും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാം അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പഴം, കരിമ്പ്, തണ്ണിമത്തൻ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആളുകൾക്കും കൊടുക്കാൻ പറ്റി. ഞാനും കൊടുത്തു. ഞാനും ഒരു പഴമൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. കാളിദാസനാണ് കൊടുത്തത്. ഗണേശൻ്റെ അടുത്ത് പോകാൻ എനിക്ക് എന്തോ ഒരു പേടി. അവൻ എങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആടുന്നത് കാരണം ഒരു പേടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ തൊഴുത് അവർ തിരിച്ചു പോയി കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.